നമസ്കാരം. എന്തുകൊണ്ടും പുരുഷാവകാശ കമ്മീഷൻ അതിനുവേണ്ടി വരുവാനുള്ള ഒരു ചലനം നടക്കുന്നുണ്ട് എന്നറിയുന്നതിൽ സന്തോഷം. ഇന്ന് രാജ്യസഭയിൽ ഒരു MP ആ ബില്ല് അവതരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നമസ്കാരം, ഞാൻ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത് കുമാർ. ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്ന് ചരിത്രപ്രധാനമായിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. ആം ആദ്മി പാർട്ടിയിലെ ഒരു MP ആണ് രാജ്യസഭയിൽ നാഷണൽ കമ്മീഷൻ ഓഫ് മെൻ, അപ്പോൾ പുരുഷാവകാശ കമ്മീഷൻ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് ആം ആദ്മി പാർട്ടി AAP പാർട്ടി ആം ആദ്മി പാർട്ടി MP ഡോക്ടർ അശോക് കുമാർ മിത്തൽ ആണ് ഇത് ബില്ല് കൊണ്ടുവന്നിട്ടുള്ളത്. എന്തായാലും ഇത് പാസ്സാകുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും സന്തോഷം എന്ന് മാത്രമല്ല, നമുക്കൊരു ആഹ്ലാദ പ്രകടനം തന്നെ നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ബില്ല് വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം എല്ലാ മന്ത്രിമാരും ഭൂരിപക്ഷം മന്ത്രിമാരും MP-മാരും അംഗീകരിക്കണം. എന്നാൽ മാത്രമേ അത് വിജയകരമായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഡോക്ടർ അശോക് കുമാർ മിത്തൽ MP-ക്ക് ഓൾ കേരള മെൻസ് അസോസിയേഷൻ്റെ ബിഗ് സല്യൂട്ട്. ഇവിടെ കേരളത്തിൽ നിന്ന് പോയ വാഴകളായിട്ടുള്ള 20 MP-മാർ അവിടെ ഇരിക്കുമ്പോൾ, പാർലമെൻറ്റിൽ ഇരിക്കുമ്പോൾ ഇദ്ദേഹം ചെയ്ത വലിയൊരു പ്രവൃത്തി. കാര്യം ഇതുപോലുള്ള കാര്യങ്ങൾക്കൊന്നും പുരുഷന്മാർ ഒന്നും അനങ്ങില്ല. കാര്യം എല്ലാം പാവാടകളാണല്ലോ ഭൂരിഭാഗം പേരും. ഇവിടെ ഇതാ ഒരു ആം ആദ്മി പാർട്ടിയുടെ MP ഡോക്ടർ അശോക് കുമാർ മിത്തൽ പുരുഷാവകാശ കമ്മീഷൻ വേണമെന്നുള്ള ബില്ല് കൊണ്ടുവന്നിട്ടുണ്ട്. പാസ്സായാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഫലമുണ്ടായി, ഫലം കണ്ടു എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒത്തൊരുമിച്ച് ഒരു വലിയൊരു പ്രക്ഷോഭമാവേണ്ട സമയം അതിക്രമിച്ചു പോയി. അതില്ലാത്തതിൻ്റെ പ്രശ്നമാണ്. ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ ഇതിനു മുൻപേ പുരുഷാവകാശ കമ്മീഷനൊക്കെ നമ്മളിവിടെ കൊണ്ടുവന്നേനെ. കാര്യം ബഹുഭൂരിപക്ഷം രാഷ്ട്രീയക്കാരും, അത് MLA ആയിക്കോട്ടെ, MP ആയിക്കോട്ടെ, മന്ത്രി ആയിക്കോട്ടെ, കേന്ദ്രമന്ത്രി ആയിക്കോട്ടെ, ആരായാലും ഇവർക്കൊക്കെ സ്ത്രീകളെ പിന്തുണച്ച് അവരെ സപ്പോർട്ട് വാങ്ങി അവരെ ഒന്ന് സുഖിപ്പിച്ച് നിർത്തുന്നതാണ് അവർക്കൊക്കെ താല്പര്യം. അതിനോടാണ് അവർക്ക് ഇഷ്ടം. അപ്പോൾ അതിൻ്റെ ഫലമാണ് പുരുഷന്മാർ എത്ര തന്നെ ഇവിടെ ക്രൂരകൃത്യങ്ങൾ അനുഭവിച്ചാലും അതിനെല്ലാം അവരെ കണ്ണടക്കിയാണ്. സ്ത്രീകളുടെ നിസ്സാര ഒറ്റപ്പെട്ട സംഭവം ഇപ്പോൾ കണ്ടില്ല. ഇവിടെ ഒരു യുവനടി ആക്രമിക്കപ്പെട്ടു എന്ന് കണ്ടിട്ട് എന്തൊക്കെയാണ് ഇവിടെ എല്ലാ മാധ്യമങ്ങളും അങ്ങ് അലക്കുകയാണ്. നമ്മളത് മനസ്സിലാക്കണം. അവരെ കത്തിക്കയറുകയാണ് എന്താണെന്നുള്ള. അവരാണ് ഈ എന്താ പറയുക, ജഡ്ജിയുടെ സ്ഥാനമൊക്കെ ഇപ്പോൾ മാധ്യമങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് ആലോചിക്കണേ. അവർ പറയുന്ന മാധ്യമ വിചാരണ ചെയ്യുന്ന സാധനം കോടതിയിൽ വന്നില്ല എങ്കിൽ നീതിയുക്തമായിട്ട് ജഡ്ജ്മെൻ്റ് ഉണ്ടായാൽ ആ ജഡ്ജിക്കെതിരെ അധിക്ഷേപം നടത്തുകയാണ്. കാരണം ദിലീപിനെ വെറുതെ വിട്ടു എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. ഈ 6 പേരെയും വിട്ടാൽ പ്രശ്നമില്ലായിരുന്നു. പ്രതികളെന്ന് കണ്ടെത്തി 6 പേരും വിട്ടിരുന്നാലും വിഷയമില്ല. ദിലീപിനെ തൂക്കിക്കൊന്നില്ല, അതാണ് പ്രശ്നം. തൂക്കിക്കൊല്ലാൻ വിധിച്ചില്ല, അവിടെയാണ് പ്രശ്നം. അപ്പോൾ ഈ മാധ്യമ വിചാരണകൾ ഇവിടെ നിൽക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇതിനെല്ലാം വളർത്തിയത് നമ്മൾ തന്നെയാണ്. എന്നാൽ പുരുഷാവകാശ കമ്മീഷൻ വേണമെന്നുള്ളതിനെ പ്രോത്സാഹിപ്പിക്കാൻ എത്ര മാധ്യമങ്ങളുണ്ട്? അത് കൊണ്ടുവരണമെന്നുള്ളത് ആരെങ്കിലും അജണ്ടയിൽ പറയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ്. പുരുഷന്മാരല്ല ഇവിടെ പീഡനം അനുഭവിക്കുന്നത്, സ്ത്രീകളാണ് എന്നുള്ളത്. ഒരിക്കലും അല്ല. അതൊക്കെ പണ്ടായിരുന്നു. ഇപ്പോൾ സ്ത്രീകൾ എല്ലാവരും സുഖിക്കുകയാണ്. സത്യം. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ പെണ്ണായിട്ട് ജനിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാര്യം എന്തിനാ പുരുഷന്മാർ കഴുതകളെ പോലെ കഷ്ടപ്പെട്ട് ജീവിത പ്രാരാബ്ധവും തലയിൽ വലിച്ച് കിടന്ന് കഷ്ടപ്പെട്ട് ഈ ജീവിതം പാഴാക്കി കളയുകയാണ്. അതേസമയം പെണ്ണോ സുഖിക്കുവാൻ വേണ്ടി മാത്രം പിറന്നതാണ്, സുഖലോലുപയായിട്ട് നടക്കുകയാണ്. എന്തായാലും ഇന്ന് രാജ്യസഭയിൽ പുരുഷാവകാശ കമ്മീഷൻ വേണമെന്ന് പറഞ്ഞിട്ട് ബില്ല് അവതരിപ്പിച്ച, ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ പേര് പറയാം, AAP ആം ആദ്മി പാർട്ടിയിലെ MP ഡോക്ടർ അശോക് കുമാർ മിത്തൽ. അദ്ദേഹത്തിന് ബിഗ് സല്യൂട്ട്. കാര്യം അദ്ദേഹത്തെ പോലുള്ളവർ വേണം നാട് ഭരിക്കുവാൻ വേണ്ടി, വോട്ട് ചെയ്ത് വിജയിപ്പിക്കുവാൻ. ഇത് രാജ്യസഭയാണ്. രാജ്യസഭ ആയതുകൊണ്ട് തന്നെ അത്
എത്രത്തോളം ആവുമെന്നറിയില്ല. നമുക്ക് പാർലമെൻറ്റിൽ ഒക്കെയാണ് ഇത് വരേണ്ടത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു.